ഇന്ന് നമുക്ക് ഈ ഒരു ഫ്ലവർ ബൊക്കറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതായിരുന്നു ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ബാക്കി ഫ്ലവേഴ്സൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബൂവൻ വീൽ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് സെൻറ്ററിൽ കുറച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാനുള്ള ഭാഗം ഇതുപോലെ ചെറിയൊരു റൗണ്ട് വരച്ച് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റുമുള്ള ഭാഗത്താണ് ഇതുപോലെ സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സ്റ്റിച്ചിൻ്റെയും താഴെ കൂടെ പിന്നെ അതിനടുത്ത് സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ത്രെഡ് കോർത്തെടുത്തുകൊണ്ടാണ് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഫ്രഞ്ച് നോട്ടുകൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 6 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് വരെ ഇതുപോലെ നോട്ടുകൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെറുതും വലുതായിട്ടുള്ള പല സൈസിലുള്ള ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മുകളും ലീഫുകളുമാണ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ലൈനുകളിൽ ചെയ്തെടുക്കാനായിട്ട് ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാനായിട്ട് 6 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള നോട്ടുകൾ ചെയ്തെടുത്തിട്ടുണ്ട്.
വലിയ ലീഫുകൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് 6 strandsലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സിന് ഇടയിൽ വരുന്ന ഗ്യാപ്പുകളിൽ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തെടുക്കാനുള്ളത്. ഗ്രീൻ ഷെയ്ഡിലും ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള നോട്ടുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തുകൊണ്ട് ഈ ഒരു പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. വലിയ സ്റ്റെമ്മ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 6 strandsലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനുകളാണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹൂപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്